നമസ്കാരം, ഞാൻ ജയനാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ബിസിനസിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് അറിയുക? കാരണം ഒരു വ്യക്തമായ ദിശാബോധം ലഭിക്കുന്നതിന് ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പം ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുക എന്നതാണ്. ലാഭമില്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അവസാനിപ്പിക്കുകയാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. ബിസിനസിന്റെ അടുത്ത ലെവലിലേക്കുള്ള, അടുത്ത ഘട്ടത്തിലേക്കുള്ള വളർച്ചയ്ക്ക് ലാഭം നിങ്ങളെ സഹായിക്കുന്നു. ഒരു ഉൽപ്പന്നമോ സേവനമോ ഉപഭോക്താക്കൾക്ക് എത്രത്തോളം അത്യാവശ്യമായിരിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ലാഭം നിശ്ചയിക്കുന്നത്. ലാഭത്തോടൊപ്പമോ അല്ലെങ്കിൽ ലാഭത്തിനേക്കാൾ ഉപരിയായോ പ്രധാനമായി കരുതേണ്ട മറ്റൊരു ലക്ഷ്യമാണ് ഉപഭോക്താവിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. സംതൃപ്തിയുള്ള ഒരു കൂട്ടം ഉപഭോക്താക്കൾ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ദീർഘകാലം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കൊടുക്കുന്ന സേവനങ്ങളിലും ഉൽപ്പന്നങ്ങളിലും നിങ്ങളുടെ ഉപഭോക്താക്കൾ സംതൃപ്തരാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടത് ബിസിനസിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ സംതൃപ്തരായ ഉപഭോക്താക്കൾ നിങ്ങളുടെ ബിസിനസിനെ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനും നിങ്ങളുടെ ബിസിനസിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും വളരെയധികം സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങളുടെ ബിസിനസിന് മൂല്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് ബിസിനസിന്റെ മൂല്യം വർദ്ധിപ്പിക്കുക? അതായത് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഉൽപ്പന്നമാണെങ്കിലും സേവനമാണെങ്കിലും അത് ഉപഭോക്താക്കളെ സംതൃപ്തമാക്കുകയും കൂടുതൽ ആളുകൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ബിസിനസ്സിന് മൂല്യവർദ്ധിത ബിസിനസ്സാണ് ആയി കണക്കാക്കാവുന്നത്. അങ്ങനെ ബിസിനസിന്റെ മൂല്യം ഉയർത്തുക എന്ന് പറയുന്നതും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യകരമായ ഒന്നാണ്. ബിസിനസ്സിൽ കസ്റ്റമറെ ബഹുമാനിക്കുക അല്ലെങ്കിൽ കസ്റ്റമറെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ മൂല്യവർദ്ധിതമാക്കുന്നതിന് വളരെയധികം സഹായകരമാണ്. കസ്റ്റമറെ ഡിവൈഡ് ചെയ്ത് കാണുന്ന ഒരു രീതി ചില ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ ചില കമ്പനികളിലൊക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ കസ്റ്റമറെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയി. ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചീപ്പ് കസ്റ്റമേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് പണമാണ്. നമ്മൾ പണത്തെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് തരുന്ന ആളെ കൂടെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പോഴാണ് നമ്മളിലേക്ക് കൂടുതൽ പണം ഒഴുകുന്നതിന് അതൊരു സഹായകരമായി തീരുകയുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ കസ്റ്റമറെയും റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് കൂടുതൽ കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വളരെയധികം സഹായിക്കും. ബിസിനസിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യമാണ് നിങ്ങൾക്കൊരു സ്ഥിര വരുമാനം അതിൽ നിന്നുണ്ടാകുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ വരുമാനം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തുടർന്നു കൊണ്ടുപോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ബിസിനസ് ഒരു മികച്ച വരുമാന സ്രോതസ്സായി മാറണമെങ്കിൽ നിങ്ങളുടെ ബിസിനസിനെ അടുത്ത തലത്തിലേക്ക് വളർത്തുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യകരമായ കാര്യമാണ്. അതിന് നമ്മുടെ ഉൽപ്പന്നമാണെങ്കിലും സേവനമാണെങ്കിലും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും ഉപഭോക്താക്കളിൽ കൂടുതൽ ആവശ്യക്കാരിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഉപഭോക്താക്കളെ കണ്ടെത്തുവാനുമുള്ള മാർഗങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്നത് ഇതിന്റെ വരുമാന സ്രോതസ് വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ്. കൂടുതൽ പുതിയ ഉൽപ്പന്നങ്ങളും എങ്ങനെ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതും നമ്മുടെ ബിസിനസിന്റെ ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് പ്ലാൻ തയ്യാറാക്കുന്നതും എല്ലാം നമ്മുടെ സ്ഥിരമായ ഒരു വരുമാനം അല്ലെങ്കിൽ വരുമാനത്തിന്റെ സ്രോതസ് വർദ്ധിപ്പിക്കുന്നതിന്, ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകും. അതുപോലെ തന്നെ വരുമാന സ്രോതസ് വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ ബിസിനസ് മേഖലകളെക്കുറിച്ച് പഠിക്കുകയും അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റിലും നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്നതും വളരെയധികം സഹായിക്കുന്നു. ബിസിനസിന്റെ മറ്റൊരു ലക്ഷ്യമാണ് സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളത്. സമൂഹത്തിലെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങളുടെ ബിസിനസ്സിന് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ കൂടുതൽ ജനകീയമാക്കുവാനും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നിങ്ങൾക്ക് കഴിയും. നമ്മൾ എപ്പോഴും പുതിയ ആശയങ്ങളും പുതിയ ഇന്നോവേഷനും കൊണ്ടുവരിക എന്ന് പറയുന്നതും ബിസിനസ്സിനെ അടുത്ത മേഖലയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുവാൻ വളരെയധികം സഹായകരമാണ്. അതായത് നമ്മളൊരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ലക്ഷ്യങ്ങളെല്ലാം നമ്മുടെ ബിസിനസ്സിൽ നിറവേറ്റപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് സസ്റ്റൈനബിൾ ആണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തേണ്ടതും അത്യാവശ്യകരമായ കാര്യമാണ്.